മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം നടത്തിയ 8 പേർക്കെതിരെ UP പോലീസ് കേസെടുത്തു. ബസന്ത് പഞ്ചമി ദിനത്തിൽ സ്നാനം നടത്തിയത് 2.5 കോടിയിലേറെ തീർത്ഥാടകരെന്നും UP സർക്കാർ അറിയിക്കുന്നു. വിനിത VG തത്സമയം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. വിനിത, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. കഴിഞ്ഞ ദിവസവും ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ പോലീസ് നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ 8 പേർക്കെതിരെയാണ് പോലീസ് നടപടിയെടുത്തിട്ടുള്ളത്. ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇവർ വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു. അതായത് അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായെന്നും വീണ്ടും ആളുകൾക്ക് പരിക്ക് പറ്റി, ചിലർ അപകടത്തിൽ മരിച്ചു എന്ന തരത്തിലുള്ളതായിരുന്നു അവരുടെ ഈ വ്യാജ പ്രചരണം. സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ചിലർ ഇത് ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള 8 പേർക്കെതിരെയാണ് UP പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി UP പോലീസ് നൽകുന്നുണ്ട്. അതേസമയം എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് ഈ അമൃതസ്നാനം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഏതാണ്ട് ഇന്നലെ മാത്രം 2 കോടിയിലധികം തീർത്ഥാടകർ അവിടെ എത്തി സ്നാനം നടത്തി മടങ്ങിയെന്നാണ് അറിയുന്നത്. ഏതാണ്ട് 2,57,00,000 തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആദ്യ 4 മണിക്കൂറിൽ ഏതാണ്ട് 62 ലക്ഷം തീർത്ഥാടകരാണ് സ്നാനം നടത്തിയത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്നലെയും ഈ സ്നാനം നടത്തുന്ന ഘട്ടുകളിലേക്ക് അടക്കം ഉണ്ടായിരുന്നത്. ഇന്നും വലിയ തിരക്ക്, തീർത്ഥാടകരുടെ ഒരു തിരക്ക് കുംഭമേളയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെയുള്ള ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നും തുടരണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എസ്കെ.